ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പം പുനലൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഞാനിപ്പം അതിനകത്ത് കഴിഞ്ഞ് ഏഴംകുളം കഴിഞ്ഞു. ഇപ്പോൾ എവിടെ ആയെന്നൊരു പിടിയില്ല. സോ നമുക്ക് ഇന്ന് തെന്മല ഡാം, അതാണ് ഡെസ്റ്റിനേഷൻ. അവിടെ വരെ ചെല്ലണം. സോ ഞാൻ രാവിലെ ഒരു 5:15 ഇറങ്ങി. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിളുണ്ട്. സോ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ചെന്നിട്ട് കാണാം. സത്യം പറഞ്ഞ രസം കേട്ടോ സൈക്കിൾ കിട്ടുന്നത്. ഞാൻ ഫസ്റ്റ് സത്യം പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കരമായിട്ട് മടിച്ചു. എനിക്കറിയത്തില്ല, മോർണിംഗ് ആയപ്പോഴത്തേന് ഭയങ്കര മടുത്തോ എന്നുവെച്ചാൽ എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് ചവിട്ടാൻ വയ്യ. പന്തളമൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കരമായിട്ട് മടിച്ചു ചവിട്ടാൻ. തിരിച്ചു പോയാലാണ്. ബട്ട് സംതിങ് ഈസ് ദെയർ ഇൻ മൈ ഹാർട്ട് ദാറ്റ് സേസ് ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് എനിവേ. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് ഒരു ഫിറ്റ്നസ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 9 വർഷം കൊണ്ട് ഫിറ്റ്നസ് ജേർണിയിലുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. അതായിരുന്നു എൻ്റെ മെയിൻ പ്രോബ്ലം. ദെയർ വാസ് നോ കൺസിസ്റ്റൻസി. പക്ഷേ ഒരു 3 months ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 1 year ആയിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഇപ്പം കറക്റ്റായിട്ട്. ബട്ട് ഈ ഒരു ലാസ്റ്റ് 3 months ഒക്കെ ആയപ്പോഴത്തേന് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ്, എനിക്കറിയത്തില്ല എന്താണ്. ഒരു ഫയർ കെയിം ടു മൈ മൈൻഡ് ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ്. നമ്മുടെ ഒരു ഡ്രീമൊക്കെ ഇതാക്കാന്ന് പറഞ്ഞിട്ടില്ല. സംഭവം അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ലൈക്ക് ഇങ്ങനൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഐ വിൽ ഡു സൈക്ലിംഗ് ആൻഡ് ഗോ ടു പ്ലേസസ് ഓർ ട്രാവൽ ടു പ്ലേസസ്. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് കൂടില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ദിസ് വിൽ ബിക്കം എ സക്സസ്. ഐ ഡോണ്ട് നോ. ബട്ട് ഐ ഡു നോ വൺ തിങ്, ദർ വിൽ ബി നോ റിഗ്രറ്റ് ഫോർ മീ. ബിക്കോസ് ഇതൊരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇതിൽ നിന്ന് ഒരു റിഗ്രറ്റ് വരാൻ ചാൻസ് കുറവാണ്. എവ്രി വൺ ഈസ് സെയിങ് നീക്ക് പ്രോബ്ലം വരും, ഇത്രയും ദൂരം ചവിട്ടുന്നതിന്, ഇത്രയും ദൂരം എന്തിനു പോകുന്നു, യു ആർ ക്രേസി എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇഫ് യു ആർ നോട്ട് ക്രേസി ദെൻ ഹൗ വിൽ യു ലീവ്? പീസ്ഫുള്ളി ഒക്കെ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക്? യെസ്, ഓഫ് കോഴ്സ് ദേ ക്യാൻ ഡു, ബട്ട് ഡൂയിങ് ക്രേസി തിങ്സ് ബ്രിങ്സ് മോർ പീസ് അല്ലേ? സോ എല്ലാവരും സൈക്ലിങ്ങിലോട്ട് വരണമെന്നില്ല. എനി ഫിറ്റ്നസ് എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് അത് റൊട്ടീനാക്കി വെക്കുക. അതൊരു പാഷൻ അല്ല, അതൊരു ലൈഫ് സ്റ്റൈലാക്കി വെക്കുക. അതേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് അതൊരു രസമാണ് സത്യം പറഞ്ഞാൽ. എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് അതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് സ്ട്രെസ് കുറവുണ്ട്. അതേപോലെ തന്നെ മൈൻഡ് ഈസ് ഇൻ പീസ്. നമുക്കൊരു നല്ലൊരു പീസ്ഫുൾ മൈൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. അതൊക്കെ ഈ ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാം. അതിൽ കൂടെ ഇത് പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡു സംതിങ്, അതെനിക്ക് പറയാനുള്ളൂ. ഡു സംതിങ്. മോട്ടിവേഷൻ ഒന്നുമായിട്ട് നോക്കണ്ട. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലല്ലേ വേറൊരാൾക്ക് എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. സോ ചെയ്യുക. എനിക്ക് അറിയത്തില്ല കാറ്റ് കാരണം എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. ജസ്റ്റ് ഡു ഇറ്റ്. ഇത്രയും ഞാൻ പറയത്തുള്ളൂ. ജസ്റ്റ് ഡു ഇറ്റ്. ബി ഹാപ്പി. ഡു ഇറ്റ് ദ ഹാർഡ് വേ. താങ്ക് യു. നമ്മളിപ്പോൾ പാലരുവി ബസ് പിടിച്ച് മറ്റേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കാട്ടിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാർക്ക് മറ്റേ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുഴപ്പമില്ല, രാവിലെ വലിയ ആളില്ലെന്നാ താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞേ. അതുകൊണ്ട് അവർ പറഞ്ഞ് കുളിക്കണമെങ്കിൽ കുളിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. ജസ്റ്റ് കാണുക, തിരിച്ചിറങ്ങുക. ആളില്ലെന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ ജനമാണല്ലോ ദൈവമേ. വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂസ് അടിപൊളി. ഞാൻ കാണിക്കാം. ഞാൻ അവിടെ ചെല്ലട്ടെ. എൻ്റെ മോനെ, സത്യം പറഞ്ഞ് കയറണമെന്ന് പറഞ്ഞു വന്നത് പാലരുവി. സത്യമായിട്ട് ഞാൻ തെന്മല ഡാമാണ് ഡെസ്റ്റിനേഷൻ വെച്ചത്. സോ തെന്മല ഡാമിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കാതെ 16 kilometer ഫ്രണ്ടിലോട്ട് പോകും. 16 kilometer ആര്യങ്കാവ് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചവിട്ടി. എനിക്കൊന്ന് ഒരു 2-3 kilometer ചവിട്ടി തോന്നും. ആ ചവിട്ടി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ലൊക്കേഷൻ വെക്കുന്നത്. ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്
പുറമോട്ടാണ് പോകേണ്ടത്. തെന്മല കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് 16 കിലോമീറ്റർ വന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് തിരിച്ചായിട്ടിപ്പോഴാണ് പാലരുവി. അങ്ങോട്ട് പോയപ്പോൾ കണ്ടാൽ ഞാൻ വെച്ച് കയറണ്ട, ഡെസ്റ്റിനേഷൻ തെന്മല ഡാമാണല്ലോ എന്ന് വിചാരിച്ച് കയറണമെന്ന് വെച്ചു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറിയത് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നൈസൊരു വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നെ. എന്തോ വ്യൂ ആയി. ഒരു രക്ഷയില്ല കേട്ടോ. കൊണ്ട് എന്ത് രസമായിട്ട് ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നേ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളിതിൽ വിശന്നിരുന്നിട്ടൊക്കെ എന്താ പറയുന്നത്, ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടത്തില്ല. അതേപോലെ ഉണ്ട്. നമുക്കിങ്ങനെ ചെയ്ത് ചവിട്ടി ഇത്രയും വന്നിട്ട് അത് കണ്ട ഭയങ്കര ഹാപ്പിനെസ്. ഒരു രക്ഷയില്ല. രസം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ. ഓക്കെ പൊന്നളിയാ, ഇത്രയും സെറ്റ് വ്യൂ. നമുക്ക് ഇത് കണ്ടാലും മതി വരുന്നില്ല. ഇവിടെ ഇരുന്ന് കണ്ടാലെന്ന് വിചാരിക്കും. പക്ഷേ ടൈമില്ലാതായി പോയി. ഇല്ല ഞാൻ സത്യമായിട്ട് ഇവിടെ കണ്ടിട്ടേ പോകത്തുള്ളായിരുന്നു. രക്ഷയില്ല കേട്ടോ. ഇത്ര സൗകര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ. ആദ്യമായിട്ട് ഞാൻ നേരത്തെയൊക്കെ വരുന്ന സമയത്ത്, പക്ഷെ ഇത്ര ഞാൻ ഇങ്ങനെ നിന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇത്ര സൗന്ദര്യമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഭയങ്കര സൗന്ദര്യം തോന്നുന്നു. അടിപൊളി മോനെ, അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയില്ല. ഒന്ന് വന്ന് എല്ലാവരും ഒന്ന് കാണണം. സത്യം പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് പീസാവും. എന്താ പറയേണ്ട തരത്തില്ല, വാക്കുകളില്ല. സത്യം ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്നില്ല. നോക്ക്, ഒരു രക്ഷയിലാണ്. ഇവിടുന്ന് നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നതും ക്യാമറ കൂടെ കാണുന്നതും രണ്ട. ഇവിടെ ഒരു രക്ഷയില്ല. ഞാനെടുത്ത വീഡിയോ എത്രത്തോളം എഫക്റ്റ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ടച്ച് ചെയ്തിടും. ഇതൊരു രക്ഷയില്ല. ഇതെന്തോ